മഹേഷ് ദീക്ഷിതിനെ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിച്ചു. നിലവിലെ ഡയറക്ടർ തപൻ ദേഗ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് വിവരങ്ങളുമായി. ബൽറാം, ഈ നിയമനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, മഹേഷ് ദീക്ഷിതിനെ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ്. 1993 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിച്ച് വരികയാണ്. നിലവിലെ ഡയറക്ടർ തപൻ ദേഗ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. കഴിഞ്ഞ 4 വർഷമായി തപൻ ദേഗ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് വരികയാണ്. ഈ ആന്ധ്രാപ്രദേശ് കേഡർ ഉദ്യോഗസ്ഥനായ മഹേഷ് ദീക്ഷിത് തന്റെ സേവനത്തിന്റെ വലിയ കാലയളവ് പ്രവർത്തിച്ചത് ഇന്റലിജൻസ് ബ്യൂറോയിലാണ്. 26 വർഷത്തിലധികമായി അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോയിൽ സേവനമനുഷ്ഠിച്ച് വരികയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത് ജമ്മു കശ്മീരിലാണ്. ജമ്മു കശ്മീരിൽ 2 ഘട്ടങ്ങളിൽ, നിർണായകമായ ഘട്ടങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2009-നും 2012-നും ഇടയ്ക്ക് ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ ഏറ്റവും രൂക്ഷമായ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജമ്മു കശ്മീരിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ അനുച്ഛേദം 370 പിൻവലിച്ച ശേഷമുള്ള കാലയളവിൽ 2020-നും 2025-നും ഇടയിലുള്ള കാലഘട്ടത്തിലും അദ്ദേഹം ജമ്മു കശ്മീരിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ മേഖലയിൽ നിർണായകമായ കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച അനുഭവ പരിചയമുള്ള ഒരു ഡയറക്ടറെയാണ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഏജൻസിയുടെ പ്രവർത്തനത്തിന് ഏറെ ഗുണം ചെയ്യപ്പെടും എന്നാണ് വിലയിരുത്തുന്നത്. ഇദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.